നമ്മൾക്ക് കഴിവും കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സുമുണ്ടെങ്കിൽ എവിടെ വലിച്ചെറിഞ്ഞാലും അവിടെ കിടന്ന് മുളച്ച് തളിർത്ത് വളർന്ന് പന്തലിക്കും. ആർക്കും ആരെയും നശിപ്പിക്കാനോ ഇല്ലാതാക്കാനോ സാധിക്കുകയില്ല. ഞാൻ ജയശ്രീ ശ്യാമലാൽ, അധ്യാപികയും ഒരു എഴുത്തുകാരിയുമാണ്. ദ്രൗപദിയെ വരിച്ചത് അർജുനനാണെന്ന് നാടെങ്ങും പാട്ടായി. കാരണം ഇത്ര ബൃഹത്തായ വില്ലുയർത്താനും എയ്യാനും ആ മത്സരം വിജയിക്കാനും അർജുനനോളം കഴിവ് ആ നാട്ടിൽ മറ്റാർക്കുമില്ലെന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട്. വിവരം ഹസ്തിനപുരത്തുമെത്തി, ദുര്യോധനന്റെ ചെവിയിലുമെത്തി. ദുര്യോധനന് പാണ്ഡവരോടുള്ള കോപവും അസൂയയും വർദ്ധിച്ചു. പാണ്ഡവർ മരിച്ചെന്ന് വിശ്വസിച്ചിരുന്ന കൗരവർക്ക് ഇതൊരു ഷോക്കായിരുന്നു. അവർ വനത്തിൽ എവിടെയോ ജീവിക്കുന്നുണ്ടെന്നും അതിസുന്ദരിയായ പാഞ്ചാല രാജ്യത്തെയും ദ്രൗപദിയെ വരിച്ചെന്നും അറിഞ്ഞപ്പോൾ പിന്നെ പകയുടെയും അസൂയയുടെയും കാര്യം പറയേണ്ടതില്ലല്ലോ. ദുര്യോധനൻ ഒരു സഭ വിളിച്ചുകൂട്ടി പാണ്ഡവരെ മടക്കി വിളിക്കാൻ തീരുമാനിച്ചു. പാണ്ഡവരെ വിളിക്കാൻ പോയത് വിതുരരായിരുന്നു. കാരണം വിതുരർ പോയാൽ അവർ തീർച്ചയായും തിരിച്ചു വരുമെന്ന് ധൃതരാഷ്ട്രർക്കും അറിയാം. തീർച്ചയായിട്ടും ധർമ്മിഷ്ഠനായ യുധിഷ്ഠിരൻ പിതൃസ്ഥാനം നൽകിയിരിക്കുന്ന വിതുരരുടെ വാക്കുകൾ നിഷേധിച്ചില്ല. അവർ ഹസ്തിനപുരത്തേക്ക് മടങ്ങി വന്നു. ധൃതരാഷ്ട്രർ അവരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വീകരിച്ചു. അവർക്ക് കാണ്ഡവപ്രസ്ഥം എന്ന രാജ്യവും നൽകി. രാക്ഷസന്മാരും നാഗന്മാരും അസുരന്മാരും മാത്രം താമസിച്ചിരുന്ന കുഴി പോലും വളരാത്ത തരിശു ഭൂമിയായിരുന്നു ഈ കാണ്ഡവപ്രസ്ഥം. പക്ഷേ പഞ്ചപാണ്ഡവർ കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ അതിനെ ഹാർദവമായി സ്വീകരിക്കുകയും അവർ പാണ്ഡവപ്രസ്ഥത്തിലേക്ക് താമസിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഹസ്തിനപുരത്തെ ജനങ്ങൾക്ക് പാണ്ഡവർ അവിടെ താമസിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ മനസ്സിൽ ഇത്രയും പകവെച്ചുകൊണ്ട് നടക്കുന്ന കൗരവരുടെ ഇടയിൽ ഇനിയും ജീവിച്ചാൽ പൊട്ടലും ചീറ്റലും ഒക്കെ ചിലപ്പോൾ ഒരു യുദ്ധത്തിൽ തന്നെ കലാശിക്കുമെന്ന് യുധിഷ്ഠിരൻ ഭയന്നു. അവർ കാണ്ഡവപ്രസ്ഥത്തിലേക്ക് താമസം മാറ്റി. അതിനെ ഒന്ന് പുനർരൂപീകരണം ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. കൃഷ്ണനും അവർക്ക് സഹായത്തിനെത്തി. വിശ്വകർമ്മ എന്ന വാസ്തുശില്പിയുടെ സഹായത്തോടു കൂടി അതിമനോഹരമായ ആധുനിക സൗകര്യങ്ങളുള്ള ആഡംബരത്തോടു കൂടിയ ഒരു കൊട്ടാരം പണിതു. കൊട്ടാരം മാത്രമല്ല പണിതത്, ആ രാജ്യം മുഴുവൻ ആകെ അരിച്ചു പറക്കി നന്നാക്കി. നല്ല നല്ല പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കി, കുട്ടികൾക്ക് കളിക്കാൻ കളിസ്ഥലമുണ്ടാക്കി. ഇങ്ങനെ ഒരു മാന്ത്രിക രാജ്യത്തിൻ്റെ വിശേഷം നാടെങ്ങും പരന്നു. ഹസ്തിനപുരത്ത് നിന്ന് പല കുടുംബങ്ങളും കാണ്ഡവപ്രസ്ഥത്തിലേക്ക് കുടിയേറാനായിട്ട് വന്നു. വന്നവർക്കെല്ലാം യുധിഷ്ഠിരൻ പാർപ്പിടവും സ്ഥലവുമെല്ലാം കൊടുത്ത് സ്വീകരിച്ചു. അങ്ങനെ ഈ കാണ്ഡവപ്രസ്ഥത്തിൻ്റെ എന്ന രാജ്യത്തിൻ്റെ പേര് അവർ മാറ്റി ഇന്ദ്രപ്രസ്ഥം എന്നാക്കി. ഇന്ദ്രപ്രസ്ഥത്തിലെ കൊട്ടാരത്തിൻ്റെ ആധുനിക മാന്ത്രിക കൊട്ടാരത്തിൻ്റെ വിശേഷങ്ങൾ ഹസ്തിനപുരത്തും എത്തി. ദുര്യോധനനും ഇതൊന്ന് നേരിട്ട് കാണണമെന്ന് തോന്നി. ഒരിക്കൽ ദുര്യോധനൻ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വന്നു. യുധിഷ്ഠിരനും സഹോദരങ്ങളുമെല്ലാം അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം സ്വീകരിക്കുകയും ചെയ്തു. മാന്ത്രിക കൊട്ടാരം കണ്ട് ദുര്യോധനന്റെ കണ്ണും മഞ്ഞളിച്ചുപോയി. അദ്ദേഹത്തിന് അതിമിനുസമായ സ്വന്തം രൂപത്തിന്റെ പ്രതിബിംബം കാണുന്ന മാർബിൾ തറ കണ്ടപ്പോൾ തോന്നി അതേതോ കുളമാണെന്ന്. അദ്ദേഹം ഉടുമുണ്ട് ഉയർത്തി നടന്നു. അപ്പോഴാണ് മനസ്സിലായത് അത് മാർബിൾ തറയാണെന്ന്. അബദ്ധം മനസ്സിലാക്കിയ ദുര്യോധനൻ അദ്ദേഹം ചുറ്റുമൊന്ന് നോക്കി. ആരും അത്ര ശ്രദ്ധിച്ചില്ല. ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ദുര്യോധനൻ വീണ്ടും നടന്നു വന്നപ്പോൾ താമര പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു പൊയ്ക കൊട്ടാരത്തിനകത്ത് കണ്ടു. തീർച്ചയായിട്ടും ഇത് പൊയ്കയായിരിക്കില്ല, മുമ്പ് പറ്റിയ പോലെ അബദ്ധമായിരിക്കും, മാർബിൾ തറ തന്നെ ആയിരിക്കുമെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം കൂളായിട്ട് നടന്നു. ദേ കിടക്കുന്നു. അദ്ദേഹത്തിന്റെ വീഴ്ച, തുണിയെല്ലാം വസ്ത്രങ്ങളെല്ലാം നനഞ്ഞുകൊണ്ട് കിടക്കുന്ന ആ കാഴ്ച കണ്ടപ്പോൾ പാഞ്ചാലിക്ക് ചിരി അടക്കാൻ സാധിച്ചില്ല. അവൾ പൊട്ടിച്ചിരിച്ചു. അടുത്തു നിന്ന തോഴിമാരും ചിരിച്ചു. ഇത് ദുര്യോധനന്റെ അഭിമാനത്തെ ഛിന്ന ഭിന്നമാക്കി. അദ്ദേഹത്തിനത് പൊറുക്കാൻ സാധിച്ചില്ല. എളിഭ്യനായ ദുര്യോധനൻ ദേഷ്യത്തോടെ കോപത്തോടെ ഇന്ദ്രപ്രസ്ഥം വിട്ടിറങ്ങി. യുധിഷ്ഠിരൻ പോയി മാപ്പ് അപേക്ഷിച്ചു. എല്ലാവരും കേണപേക്ഷിച്ചു. അബദ്ധം പറ്റിയതാണ്, പൊറുക്കണം. പക്ഷെ ദുര്യോധനന് അദ്ദേഹത്തിന് പറ്റിയ അപമാനം
പൊറുക്കാൻ സാധിച്ചില്ല. അദ്ദേഹം ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നും ഹസ്തിനപുരത്ത് എത്തിച്ചേർന്ന അദ്ദേഹത്തിന്റെ ഊണും ഉറക്കവും നഷ്ടപ്പെട്ടു. ഊണിലും ഉറക്കത്തിലും പാഞ്ചാലിയുടെ പരിഹാസച്ചിരി മാത്രമായിരുന്നു ആ കണ്ണുകളിൽ, ആ കാതുകളിൽ. എങ്ങനെയും ഇവളോട് പകരം വീട്ടണം. സത്യത്തിൽ പാണ്ഡവരെക്കാട്ടിൻ ദേഷ്യം പാഞ്ചാലിയോടായി ദുര്യോധനന്. ഒരിക്കൽ താൻ മോഹിച്ച പെണ്ണ് സ്വയംവരത്തിൽ പരാജയപ്പെട്ടു. അർജുനൻ, അതും താൻ ഏറ്റവും വെറുക്കുന്ന അർജുനന്റെ ഭാര്യയായി, എന്നിട്ടിപ്പോ തന്നെ പരിഹസിച്ച് ചിരിച്ചിരിക്കുന്നു. ഓർക്കാൻ പറ്റൂ? പാണ്ഡവരോടുള്ള പകയേക്കാൾ ദുര്യോധനന്റെ മനസ്സിൽ ആളിപ്പടരുന്നതിപ്പോൾ പാഞ്ചാലിയോടുള്ള പകയാണ്, ദേഷ്യമാണ്. ഇതുവരെ നാടെങ്ങും കാണാത്ത മാന്ത്രിക കൊട്ടാരം കണ്ടപ്പോൾ ദുര്യോധനന്റെ മനസ്സിൽ എരിഞ്ഞുകൊണ്ടിരുന്ന അഗ്നിക്ക് നെയ് പകരുകയായിരുന്നു. നാഗന്മാരും രാക്ഷസന്മാരും അസുരന്മാരും മാത്രം അടക്കി വാണിരുന്ന, ഒരു പുൽക്കൊടി പോലും മുളച്ചിട്ടില്ലാത്ത അത്രയ്ക്ക് തരിശു ഭൂമിയായിരുന്ന കാണ്ഡവപ്രസ്ഥം നൽകിയത് പാണ്ഡവർ അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് നരകിച്ച് ജീവിക്കുന്നത് കാണാനും അത് കണ്ട് ആസ്വദിക്കാനും വേണ്ടിയായിരുന്നു. പക്ഷെ സംഭവിച്ചതെന്താണ്? അവർക്ക് കിട്ടിയ തരിശു ഭൂമിയെ അവർ ഒരു സ്വർഗ രാജ്യത്തിന് സമാനമാക്കി മാറ്റി. നമ്മൾ ആരെയും ഒന്നിനെയും ഒരിക്കലും നിസ്സാരമായി കാണരുത്. ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന കണ്ണുകൾക്കും കേട്ടുകൊണ്ടിരുന്ന കാതുകൾക്കും സ്നേഹം, നമസ്കാരം. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം, കേൾക്കാം.